പ്രിയപ്പെട്ടവരെ, നാം ഏലിയ സ്ലീവ മൂശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനാക്രമ മത്സരത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാലമാണ് ഏലിയ സ്ലീവ മൂശക്കാലം. കർത്താവിൻ്റെ പ്രത്യാഗമനവും അന്ത്യവിധിയുമാണ് ഈ കാലത്തിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയം. അതിനാൽ തന്നെ സഭ നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് മരണത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച്, കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ കാലത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദൈവികമായ വെളിപാടും യുദ്ധ വിജയവും പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയായ സെന്റ് ഹെലേനായ്ക്ക് ഉണ്ടായ ദൈവദർശനവും എല്ലാം കേന്ദ്രമാക്കി ഈശോയുടെ തിരുക്കല്ലറയുടെ മുകളിൽ പണിത ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 14 കേന്ദ്രീകൃതമാക്കി, കുരിശിൻ്റെ പുകഴ്ചയെ കേന്ദ്രീകൃതമാക്കിയാണ് ഈ കാലം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏലിയ സ്ലീവ കാലം എന്ന് പറയുമ്പോൾ ഏലിയയും സ്ലീവായും, അത് കർത്താവും മോശയും കൂടെ സന്നിഹിതമാകുന്നത് കൊണ്ട് തന്നെ ഈ കാലം ആരംഭിക്കുന്നത് ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പറഞ്ഞാണ്. ഈശോയുടെ രൂപാന്തരീകരണത്തിൽ ഈശോയോടൊപ്പം ഏലിയയും മൂശയും സന്നിഹിതരാകുന്നു. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മഹനീയരായ രണ്ട് നേതാക്കന്മാരായിരുന്നു ഏലിയായും മോശയും. മോശ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നടത്താൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ആളാണ്. മഹാനായ നേതാവായിരുന്നു. അത് ഇന്ന് നമ്മുടെ മാനേജ്മെന്റ് വിഷയങ്ങളിൽ പോലും മോശയുടെ ഈ നേതൃത്വ വാസനയെക്കുറിച്ച്, നേതൃത്വ സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഏലിയ ചെതറിപ്പോയ ഇസ്രായേൽ ജനത്തെ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ച ആളാണ്. അഗ്നിരഥത്തിൽ മുകളിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന തീവ്രത നിറഞ്ഞ തീഷ്ണമതിയായ പ്രവാചകനാണ് ഏലിയ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈശോയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സന്നിഹിതരാകുന്നത്. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. മോശ നിയമത്തിൻ്റെ പ്രതീകവും ഏലിയ പ്രവാചകന്മാരുടെ പ്രതീകവുമാണ്. ആ തരത്തിൽ നടുവിൽ ഈശോ നിൽക്കുമ്പോൾ നിയമവും പ്രവാചകന്മാരും പൂർത്തീകരിക്കപ്പെട്ടവൻ ഈശോയാണ് എന്ന വലിയ സാക്ഷ്യം കൂടെ ഈ സംഭവം നൽകുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ ഏലിയ സ്ലീവ മൂശ കാലത്തിൻ്റെ വിശദീകരണങ്ങൾ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ചിന്തകളിലേക്ക് വരാം. ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് അവൻ ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്ന് പറഞ്ഞാണ്. ഇത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-31, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളും, അതോടുകൂടി വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങളും കൂടെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം നമുക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധ പത്രോസ് ശ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് വളരെ തീവ്രതയോടുകൂടിയാണ്. പത്രോസ് ശ്ലീഹ പറയുന്നു, ഞങ്ങൾ മിശിഹായുടെ ശക്തി പ്രഭാവത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് പറഞ്ഞത് ഏതെങ്കിലും കൽപ്പിത കഥകളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അവൻ്റെ ശക്തി പ്രഭാവത്തിന് ഞങ്ങൾ സാക്ഷികളായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ അവനോടൊപ്പം ആ വിശുദ്ധ മലയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. നോക്കൂ, എത്ര ശക്തമായ സാക്ഷ്യമാണ് പത്രോസ് ശ്ലീഹ നൽകുന്നതെന്ന് നോക്കൂ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഈശോ ഈ രൂപാന്തരീകരണ അനുഭവത്തിലേക്ക് ശിഷ്യന്മാരെ നയിച്ചത് എന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പ്രധാന പശ്ചാത്തലം ഇതാണ്: ഈശോ പത്രോസ് ശ്ലീഹായെ ശാസിച്ചതാണ്. ശ്ലീഹന്മാർ വിശ്വസിച്ചിരുന്നു റോമിൻ്റെ ഭരണത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി കരുത്തും ശക്തിയും വാക്ചാതുര്യവുമുള്ള മഹാനായ നേതാവാണ് ഈശോ എന്ന് ശിഷ്യന്മാരെല്ലാം വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവൻ ഭൗതികമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുമെന്നും അതിലെ രാജാവാകുമെന്നും ഒക്കെ അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ അമ്മ വന്നിട്ട് ഇടതും വലത്തും നിന്റെ രാജ്യത്തിൽ എൻ്റെ 2 പുത്രന്മാരെ ഇരുത്തണമേ എന്ന് അപേക്ഷിക്കുന്നത്. പക്ഷേ ഈ ധാരണകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഈശോ പറഞ്ഞത്,
ഞാൻ പീഡ അനുഭവിക്കേണ്ടിയിരിക്കുന്നു, മരിക്കേണ്ടിയിരിക്കുന്നു, മൂന്നാം നാൾ ഉയർത്തും. അത് ശിഷ്യന്മാരുടെ ഉള്ളിൽ അപാരമായ ആശങ്കയും അത്യഗാധമായ ദുഃഖവും നിറച്ചു. അതുകൊണ്ടാണ് അത് കേട്ട ക്ഷണത്തിൽ തന്നെ പത്രോസ്ലീഹ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആശങ്കയും സങ്കടവും വർദ്ധിപ്പിക്കുമാർ ഈശോ ആ പ്രസ്താവത്തെ തന്നെ അതിരൂക്ഷമായ രീതിയിൽ ശകാരിക്കുന്നു. സാത്താനെ എന്ന് പോലും പത്രോസ്ലീഹയെ വിളിക്കുന്നു. അപ്പോൾ ഒരുപാട് സങ്കടം നിറഞ്ഞ മനസ്ഥിതിയിലേക്കായിപ്പോയി അവര്. എന്താണ് കാര്യങ്ങളെന്ന് പോലും അവർക്ക് പിടികിട്ടാത്ത രീതിയിലായി പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈശോയ്ക്ക് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, ഇത് നിയമത്തിലും പ്രവാചകന്മാരിലും ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതാണ്, അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് താൻ ഈ പീഡ സഹിക്കേണ്ടി വരുന്നത്, അത് രക്ഷാകരമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. അതിനുവേണ്ടിയാണ് ഈശോ രൂപാന്തരീകരണത്തിൻ്റെ മലയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പ്രതീകങ്ങളായ മോശയും ഏലിയായും സന്നിഹിതരാകുന്നത്. അതുകൊണ്ട് ഈ ശിഷ്യഗണത്തിലെ ഏറ്റവും പ്രമുഖരായ 3 പേരെ ഈശോ കൊണ്ടുപോകുന്നു, പത്രോസും യാക്കോബും യോഹന്നാനും. അങ്ങനെ മലയുടെ മുകളിൽ അവരെത്തുകയാണ്. ഈ മലയെക്കുറിച്ച് ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം ഇതാണ്, ഈ മല ഹെർമോൻ മല എന്നാണ്. ഹെർമോൻ മല സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി ഉയരത്തിലാണ്. അത് കേസറിയ ഫിലിപ്പിയുടെ തൊട്ടു മുമ്പിലാണ്. രണ്ടാമത്തെ ഒരു വാദം ഇതാണ്, അതല്ല, അത് താബോർ മലയാണ്. പരക്കെ വിശ്വസിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും താബോർ മല എന്ന് തന്നെയാണ്. അത് 1800 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശമാണ്. അത് കേസറിയ ഫിലിപ്പിയിൽ നിന്ന് 4-5 ദിവസത്തെ നടപ്പ് ദൂരമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ താബോർ മലയിൽ വെച്ചാണ് ഈശോ രൂപാന്തരപ്പെട്ടത് എന്നത് തന്നെയാണ് എല്ലാ പണ്ഡിതരുടെയും സമഗ്രമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് ഈ ഭാഗത്തിന് ദൈവശാസ്ത്രപരമായ ഒരുപാട് മാനങ്ങളുമുണ്ട്. നോക്കൂ, പഴയ നിയമത്തിൽ പുറപ്പാട് ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്ന കാര്യങ്ങളോട് സദൃശ്യമാണ് ഈ രൂപാന്തരീകരണത്തിൽ സംഭവിക്കുന്നത്. ഉയർന്ന മല, ശോഭയേറിയ മേഘം, മേഘത്തിൽ നിന്നുള്ള ശബ്ദം, പിന്നീട് പ്രഭാപൂർണമായ മുഖം, ഇതൊക്കെ പുറപ്പാട് പുസ്തകം പുറപ്പാട് 24-ലും 34-ലും നമ്മൾ കാണുന്നുണ്ട്. അവിടെ അതുകൂടാതെ നമ്മൾ കാണുന്നത് 6-ാം ദിവസം ആണ് മോശയ്ക്ക് ദൈവിക വെളിപാടുണ്ടാകുന്നത്. ഇവിടെ 6 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ 6 ദിവസങ്ങൾ എന്ന് പറയുന്നത് പത്രോസിനെ ശകാരിച്ചിട്ട് 6 ദിവസങ്ങൾക്ക് ശേഷമാണ്. എങ്കിലും പഴയ നിയമത്തിലെ അതേ പ്രതീകം തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുന്നു, 6-ാം ദിവസം എന്നുള്ളത്. അപ്പോൾ മോശയ്ക്ക് ദൈവദർശനം 6-ാം ദിവസം ഉണ്ടാകുന്നു. മോശയുടെ മുഖം പുറപ്പാട് 34 പറയുന്നു, മോശയുടെ മുഖം പ്രകാശപൂരിതമായി, അവൻ്റെ മുഖത്തോട്ട് നോക്കാൻ ആളുകൾക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് മൂടുപടം ധരിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ മോശയേക്കാൾ വലിയവനതാ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി. സൂര്യനെ അപാരമായിട്ടുള്ള പ്രതീകമായിട്ട്, ശോഭയുടെ പ്രതീകമാണ്. അപ്പോൾ ഈശോയെ കുറിച്ച് തന്നെ നീതി സൂര്യൻ എന്ന് പറയുന്നുണ്ട്, ദൈവം തമ്പുരാനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇവിടെ മറ്റൊരു തിയോഫനിയും കൂടെ നടക്കുകയാണ്. 2 പേരുടെ മധ്യത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ വലിയ ഒരു തിയോഫനി, ദൈവാവിഷ്കരണം ഇവിടെ നടക്കുകയാണ്. എല്ലാം ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള ധ്വനി വ്യക്തമായ രീതിയിൽ ഇവിടെ ഉണ്ടാവുകയാണ്. നമുക്കിതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. ഈ ഭാഗം നമുക്ക് നൽകുന്ന പ്രായോഗിക പാഠങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ പ്രായോഗിക പാഠം ഇതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾക്ക് പരിചിതനായിട്ടുള്ള ഒരു കറിയാച്ചൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നാട് നീളെ നടന്ന് വെള്ളമടിച്ച് ആളുകളെ തെറി പറഞ്ഞ് വഴിയോരങ്ങളിലൂടെ പോകുമ്പോൾ കൊച്ചുകുട്ടികൾ തെറി കേൾക്കാതിരിക്കാൻ അമ്മമാര് അവരെ അകത്ത് കയറ്റി കൊണ്ടുപോയായിരുന്നു. ഈ മനുഷ്യനെ സുഹൃത്തുക്കളുടെ സ്വാധീനത്താൽ 6-7 ദിവസത്തേക്ക് ധ്യാനത്തിനൂടിയാണ്. അതിനുശേഷം അദ്ദേഹം രൂപാന്തരപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സ്വഭാവമെല്ലാം അദ്ദേഹം മാറ്റി. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥന നമുക്ക് മാറ്റം വരുത്തുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവിക ദർശനം ഉണ്ടാകുന്നുണ്ടോ, ദൈവാനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഒരു അമ്മച്ചി പറഞ്ഞത് ഓർക്കുകയാണ്, ഒരു കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് 3-ാം സ്വർഗം വരെ ഉയർന്നു പോകുന്നത് പോലെ തോന്നുന്നു എന്നാണ്.
അപാരമായിട്ടുള്ള ദൈവ അനുഭവം കുർബാനയിൽ നിന്നുണ്ടാകുന്നു എന്ന് ഈ അമ്മച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു ദൈവ ദർശനം ഉണ്ടാകുകയാണ്, സ്വർഗത്തിലായിരിക്കുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടാകുകയാണ്. രണ്ടാമത്തെ ചോദ്യം അത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരിൽ ദൈവദർശനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തത്, നമ്മുടെ സാഹചര്യങ്ങളെ അത് മാറ്റുന്നുണ്ടോ? നമ്മുടെ പത്രോസ്ലീഹ പറയുന്നുണ്ടല്ലോ, നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാം, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ? അതെയോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന രീതിയിൽ ആകുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനകൾ? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ അനുഭവത്തിലേക്ക് നയിക്കുന്നതാകുന്നുണ്ടോ? അതോ അത് മറ്റു തരത്തിൽ ആളുകളുടെ ദൈവികതയെ നശിപ്പിക്കുകയും അതൊരു ബോറ് കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. പ്രാർത്ഥനയുടെ ദൈവികത നഷ്ടപ്പെടാതെ അതിൻ്റെ അർത്ഥത്തെ ധ്യാനിച്ച് അതിൽ ഏകാഗ്രമായി സമർപ്പിച്ച് അങ്ങനെ നമുക്ക് പ്രാർത്ഥന നടത്താൻ, ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വെറും ചടങ്ങുകൾ മാത്രമാകുന്നുണ്ടോ, അതോ ആളുകൾക്ക് ദൈവദർശനങ്ങൾ നൽകുന്ന സന്ദർഭങ്ങളാകുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് ഇതാണ്, പ്രാർത്ഥിക്കാനായി അവൻ ഒരു മലയിലേക്ക് പോയി എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ചോദ്യം ഇതാണ്, നമുക്ക് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റാൻ തക്ക വിധമുള്ള പ്രാർത്ഥനയുടെ മലകളുണ്ടോ? നമ്മൾ പോകുന്നുണ്ടോ ഇടയ്ക്കൊക്കെ ധ്യാനിക്കാൻ വേണ്ടി? നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും തേടി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളും അത്തരം സന്ദർഭങ്ങളും നമുക്ക് ആവശ്യമാണ് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു ചിന്ത ഇതാണ്, അവൻ 3 പേരെ മാത്രമാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതീവമായിട്ടുള്ള ദൈവാനുഭവത്തിന്റെ സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരെയും അതിൻ്റെ അകത്തളങ്ങളിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. രഹസ്യാത്മകമായിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ തരത്തിൽ രഹസ്യാത്മകമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള നമ്മുടെ സമീപനങ്ങളിലേക്കും കൂടെയുള്ള ഒരു ഉൾക്കാഴ്ച ഈ സുവിശേഷ ഭാഗം തരുന്നുണ്ട്. എലിയാസ്ലിഹ മൂശാക്കാലം നമ്മുടെ ചിന്തകളെക്കുറിച്ച്, നമ്മുടെ വരും ലോകത്തെക്കുറിച്ചുള്ള സാധ്യതകളാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നമ്മൾ സ്വർഗം നരകം എന്നൊക്കെ നമ്മൾ പറയുന്നത് നിർത്തിക്കളഞ്ഞിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അതറിയാൻ മേലാത്ത ആയിരിക്കുന്നു. ഒരു വേദപാഠ അധ്യാപകൻ ഒരിക്കൽ കുഞ്ഞുങ്ങളോട് ചോദിച്ചത്ര, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, സ്വർഗമുണ്ടോ? നമ്മുടെ വേദപാഠ അധ്യാപകരെ പോലും നമ്മൾ ശരിക്കും നിരീക്ഷിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ പോലും വിശ്വാസമില്ലാത്തവർ പോലും വേദപാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഈ സുവിശേഷ ഭാഗം വലിയ ഉൾക്കാഴ്ചകളിലേക്ക് നമ്മെ നയിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.